തിരുവനന്തപുരം കാട്ടാക്കടയിൽ മായാമുരളി എന്ന വീട്ടമ്മയുടെ മരണം ഏറെ ദുരൂഹത സൃഷ്ടിച്ചതാണ്. 2 ആഴ്ച മുൻപാണ് മായയെ വീടിന്റെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരുന്നു. പിന്നീട് പ്രതി രഞ്ജിത്തിന് വേണ്ടി തിരച്ചിൽ നടത്തിയ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ മായയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പേരൂർക്കട ഹാർവിപുരം സ്വദേശിയായ മായാമുരളിയെ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടാക്കട മുതിയാവിളയിലെ വീടിന്റെ സമീപത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തിനെ സംഭവത്തിന് ശേഷം കാണാനില്ലായിരുന്നു. യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകായുധം കൊണ്ട് നെഞ്ചിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. 12 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് രഞ്ജിത്തിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. ഇയാള് ഒരു ട്രെയിലും കിട്ടാത്ത രീതിയിലാണ്, അയാൾ ഒരു സാധനം കൊണ്ടാത്ത രീതിയിലാണ് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ ഉപയോഗിച്ചിട്ടിരുന്ന ഷർട്ടും മുണ്ടും വരെ അയാളെ മാറ്റിയിരുന്നു. കാരണം പിന്നീടെങ്കിലും കണ്ടെത്താതിരിക്കാൻ ഉള്ള ഇതിൽ അതുവരെ മാറ്റി ഒരു രീതിയിലും പിന്തുടരാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത്. അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു. നമ്മളുടെ ആദ്യത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആദ്യം ഞങ്ങൾ കുടപ്പനക്കുന്നിലുണ്ടെന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ അയാൾ ഇവിടുന്ന് പോയിരുന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് ഇത്തിരി കൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള അറിയാൻ പറ്റുള്ളൂ. സംഭവത്തിന് ശേഷം പേരൂർക്കടയിൽ നിന്ന് പ്രതിയുടെ ഓട്ടോ പോലീസ് കണ്ടെത്തി. ഇയാളുടെ സുഹൃത്ത് ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്വന്തം മൊബൈൽ ഫോൺ തകർത്ത ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രതി സ്ഥലം വിട്ടത്. യുവതിയുമായി രഞ്ജിത്ത് നിരന്തരം വഴക്കിട്ടിരുന്നു. മായയുടെ ആദ്യ ബന്ധത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടിയോടുള്ള അനിഷ്ടം കാരണമാണ് ഇവരെ ഉപദ്രവിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.